CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ്. മുഖ്യമന്ത്രി ചർച്ചകൾക്കായി ദില്ലിയിൽ നിർണായക യോഗം ചേരും. സംസ്ഥാനത്ത് UDF തരംഗത്തിൽ LDF തകർന്നടിഞ്ഞപ്പോഴും പ്രത്യേക ശ്രദ്ധ നേടി മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പരാജയം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ വെറും 126 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിനോട് TN പ്രതാപൻ പരാജയപ്പെട്ടത്. UDF തരംഗത്തിനിടയിലും കുന്നംകുളത്തെ ചെങ്കോട്ടയായി നിലനിർത്തിയത് നഗരസഭയിലും കടവലൂർ പഞ്ചായത്തിലും ലഭിച്ച മികച്ച ലീഡുകളുടെ പിൻബലത്തിൽ. അപ്രതീക്ഷിതമായി വേലൂരിൽ നിന്ന് UDFന് വലിയ ലീഡ് ലഭിച്ചെങ്കിലും തുടക്കം മുതൽ നിലനിർത്തിയ ഇടതുമുന്നേറ്റത്തെ തടയാൻ അത് പര്യാപ്തമായില്ല. തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയ UDF പ്രവർത്തകർക്കെതിരെ DYFIയുടെ നേതൃത്വത്തിൽ അക്രമം നടത്തിയതായി പരാതി. ആക്രമണത്തിൽ പരിക്കേറ്റ വടക്കാഞ്ചേരി നഗരസഭ മുൻ കൗൺസിലർ ജോയൽ മഞ്ഞില, കണ്ണദാസൻ എന്നിവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രദേശത്ത് പ്രകടനം നടത്തി. നടൻ സന്തോഷ് K. നായർ അന്തരിച്ചു. ചൊവ്വാഴ്ച രാവിലെ പത്തനംതിട്ടയിൽ വച്ചുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. മലയാളത്തിന്റെ പ്രതിഭാശാലിയായ നടനാണ് റോഡപകടത്തിൽ പൊലിഞ്ഞത്. സ്വർണ്ണവില സംസ്ഥാനത്ത് വീണ്ടും കുറഞ്ഞു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 13,675 രൂപയിലെത്തി. പവൻ വില 360 രൂപ ഇടിഞ്ഞ് 1,94,000 രൂപയിലെത്തി. സംസ്ഥാനത്ത് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഇറാൻ US സംഘർഷം വീണ്ടും രൂക്ഷമാകുമെന്ന ആശങ്കയിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടിഞ്ഞതാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. പൊന്നിയൂർകുളത്ത് വീടിനുള്ളിൽ അഴുകിയ നിലയിൽ ഗൃഹനാഥന്റെ മൃതദേഹം കണ്ടെത്തി. മന്നലാംകുന്ന് കുന്നത്തുപള്ളിക്ക് തെക്ക് വലിയകത്ത് 76 വയസ്സുള്ള അലിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12ഓടുകൂടിയാണ് സംഭവം നാട്ടുകാർ അറിയുന്നത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ തിരച്ചിലിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. മെയ് 18 മുതൽ 21 വരെ കോഴിക്കോട് വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പൊന്നിയൂർകുളം ചമ്മനൂർ അമൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം അമൽ സ്കൂളിൽ നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.